ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ SSC റെയിൽവേ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് ബാറ്റിൽസ് ഓഫ് ഹിസ്റ്ററി അല്ലേ, നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, അതിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഏൻഷ്യൻറ്റിലും മിഡീവൽ ഭാഗങ്ങളിൽ അല്ലെ, ഏൻഷ്യൻ ഹിസ്റ്ററിയിലും മിഡീവൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട്, ആ വീഡിയോ എന്ത് ചെയ്യുക, കാണുക. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ മോഡേൺ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് യുദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഫസ്റ്റത്തെ ബാറ്റിൽ ഇതാണ്, ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധം. വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് കൊളച്ചൽ എന്ന് പറയുന്നത്. വർഷം 1741. നോട്ട് ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് യുദ്ധങ്ങളാകുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം വർഷമാണ്. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ വാർ നടക്കുന്നത്. കുളച്ചൽ നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ കന്യാകുമാരിയിലെ സ്ഥലമാണ് കുളച്ചൽ. ഇത് ആരൊക്കെ തമ്മിലാണ് യുദ്ധം എന്നറിയോ? നമ്മുടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നമ്മുടെ ട്രാവൻകൂറും തിരുവിതാംകൂറും ആരും തമ്മിൽ, ഡച്ചും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു. അന്ന് തിരുവിതാംകൂർ രാജാവ് നമ്മുടെ മാർത്താണ്ഡവർമ്മയായിരുന്നു കേട്ടോ. അങ്ങനെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 നടന്ന യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് കൊളച്ചൽ എന്ന് പറയുന്ന യുദ്ധം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ തമിഴ്നാട്ടിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ, കുളച്ചൽ കേട്ടോ. അന്ന് യുദ്ധത്തിൽ ഡച്ചുകാരെ ആര് പരാജയപ്പെടുത്തുകയായിരുന്നു? മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുകയും അങ്ങനെ ആ തോൽവിയെ തുടർന്നാണ് ശരിക്കും ഇന്ത്യയിലെ സെറ്റിൽമെന്റ് അവസാനിപ്പിച്ച് ഇന്ത്യ വിട്ട് തന്നെ ആര് പോകുന്നത്? ഡച്ചുകാർ പോകുന്നതിനും ഒരു പ്രധാന കാരണം ഈ ബാറ്റിൽ ഓഫ് കൊളച്ചലായിരുന്നു. ഏത് വർഷം? 1741 എന്ന് പറയുമ്പോൾ. സോ വർഷം നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ചോദ്യമാണ്. ഓക്കെ, ദെൻ അടുത്ത യുദ്ധമാണ് ബാറ്റിൽ ഓഫ് സ്വാലി യുദ്ധം കേട്ടോ, അല്ലെങ്കിൽ സുവാലി എന്നും പറയും. സ്വാലി അഥവാ സുവാലി, ഇതൊരു PVQ CHSL 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. CHSL ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏത് വർഷമാണ്? AD 1612 സ്വാലി യുദ്ധം നടന്നത്. ഏത് വർഷമാണ്? 1612 അന്ന് ചോദിച്ചത് ആരൊക്കെ തമ്മിലാണ് യുദ്ധം എന്നാണ്. യുദ്ധം ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്നൊരു യുദ്ധം നമ്മുടെ സൂരറ്റിൽ വെച്ച് കേട്ടോ. നമ്മുടെ ഗുജറാത്തിലെ സൂരറ്റ് എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന ഒരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് സ്വാലി എന്ന് പറയുന്ന യുദ്ധം കേട്ടോ. ഏത് വർഷം? 1612. ഈ യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ ആര് പരാജയപ്പെടുത്തും? ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് തുടർന്നാണ് നമുക്കറിയാം AD 1613 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി ഇന്ത്യയിൽ സ്ഥാപിച്ചതല്ലേ. സോ നമുക്ക് ആ ഒരു ഐഡിയ വെച്ച് തുടങ്ങാൻ തന്നെ പറ്റും കേട്ടോ. 12 ബ്രിട്ടീഷും പോർച്ചുഗീസും തമ്മിലുള്ള യുദ്ധം ഇവിടെ വെച്ച് സൂരറ്റിൽ വെച്ച് നടക്കുകയും ആ യുദ്ധത്തിൽ ആര് തോക്കും? പോർച്ചുഗീസ് തോക്കുകയും തൊട്ടടുത്ത വർഷം 13 അതേ സൂരറ്റിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി അവരെന്ത് ചെയ്യുന്നു? സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏത് വർഷമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറി സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1613 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറി സ്ഥാപിച്ചത്. 1613. ഓക്കെ, 12 യുദ്ധം, ബാറ്റിൽ ഓഫ് സ്വാലി അഥവാ സുവാലി എന്ന് പറഞ്ഞ യുദ്ധം. ആരൊക്കെ തമ്മിൽ? ബ്രിട്ടീഷും പോർച്ചുഗീസും തമ്മിൽ നടന്ന ഒരു പ്രധാന യുദ്ധമായിരുന്നു ഇത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്താണ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. കർണാട്ടിക് യുദ്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർണാട്ടിക് വാർ ആരൊക്കെ തമ്മിൽ നടന്ന യുദ്ധം എന്നറിയോ? കർണാട്ടിക് വാർ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ, അതായത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളെ വിളിച്ച പേരാണെന്ത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. കർണാട്ടിക് യുദ്ധം അപ്പോൾ ചോദിക്കും, കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കണ്ട സ്വാലി ബ്രിട്ടീഷും പോർച്ചുഗീസും തമ്മിൽ. അടുത്ത് കർണാട്ടിക് വാസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളെ വിളിച്ച പേരാണ് കർണാട്ടിക്. 3 കർണാട്ടിക് വാറാണ് നടന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് കർണാട്ടിക്, സെക്കൻഡ് കർണാട്ടിക്, തേർഡ് കർണാട്ടിക്. ഇതിൽ ഫസ്റ്റ് കർണാട്ടിക്കിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1740 മുതൽ 1748 വരെയാണ്. ഈ പീരീഡാണ് കേട്ടോ. ചില ബുക്കുകളിൽ
46-48 എന്നും കാണും. അതും കറക്റ്റാണ്. ഓപ്ഷൻ നോക്കി എടുത്താൽ മതി. 46 മുതൽ 48 അല്ലെങ്കിൽ 40 മുതൽ 48 വരെയായിരുന്നു ഒന്നാം കർണാട്ടിക് വാർ നടന്നത്. ഇതിൻ്റെ അവസാനം ഒരു ട്രീറ്റി ഉണ്ട്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ട്രീറ്റിയാണ് ആക്സല ചാപ്പലെ എന്ന് പറയുന്ന ട്രീറ്റി. ഈ ട്രീറ്റിയാണ് ആക്സല ചാപ്പലെ. ഇത് യൂറോപ്പിലെ ഒരു സ്ഥലമാണ് കേട്ടോ, നമ്മുടെ ഓസ്ട്രിയയിലെ ഒരു സ്ഥലമാണ് ആക്സല ചാപ്പലെ. ശരിക്കും അവിടുത്തെ ഒരു പ്രശ്നം കാരണമാണ് ഇന്ത്യയിൽ ഫസ്റ്റ് കർണാട്ടിക് വാർ ഉണ്ടായത് കേട്ടോ. അതായത് ഓസ്ട്രിയ, യൂറോപ്പിലെ ഓസ്ട്രിയ എന്നൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പിന്തുടർച്ച അവകാശത്തെ ചൊല്ലി യൂറോപ്പിൽ ആരൊക്കെ തമ്മിൽ പ്രശ്നമാവും? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന യുദ്ധമായിരുന്നു ഫസ്റ്റ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ അവസാനം ഒപ്പുവെച്ച ട്രീറ്റിയാണ് ഇത് ആക്സല ചാപ്പലെ 1748 ആക്സല ചാപ്പലെ. അപ്പോൾ ആക്സല ചാപ്പലെ എന്ത് യുദ്ധത്തിൻ്റെ ട്രീറ്റിയാ? ഫസ്റ്റ് കർണാട്ടിക് വാറിൻ്റെ ട്രീറ്റിയാണ്. നമുക്ക് ഈ എക്സാമിന് ഇങ്ങനത്തെ കുറേ ട്രീറ്റുകളുണ്ട്. നമുക്ക് ട്രീറ്റി എന്ന് 2 ചോദ്യം ചോദിക്കും. ട്രീറ്റി ഏത് വർഷമെന്നും ചോദിക്കാം, ഏത് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റി എന്നും ചോദിക്കാം. സോ ആക്സല ചാപ്പലെ 1748 ഫസ്റ്റ് കർണാട്ടിക് വാറിൻ്റെ ഭാഗമായി നടന്ന ട്രീറ്റിയാണ് ആക്സല ചാപ്പലെ എന്ന് പറയുന്നത്. അടുത്ത് രണ്ടാം കർണാട്ടിക് വാർ, സെക്കൻഡ് കർണാട്ടിക് വാർ നടക്കുന്നത് 1749 മുതൽ 1754 വരെയുടെ പീരീഡിലാണ് കേട്ടോ. 4954. ഇത് ആക്ച്വലി ഇന്ത്യയിലെ 2 നാട്ടുരാജ്യങ്ങളുണ്ടായ 2 വിഷയമായിരുന്നു. ഒരു നാട്ടുരാജ്യൻ്റെ പേരാണ് ആർക്കോട്ട് എന്ന് പറയും, ആർക്കോട്ട് അഥവാ കർണാട്ടിക്. രണ്ടാമത്തെ നമ്മുടെ ഹൈദരാബാദ് അല്ലെ, ഹൈദരാബാദിലെ റൂളർമാർ വിളിക്കുന്ന പേരാണ് നിസാമുകൾ അല്ലെ. ഇവിടത്തെ ഈ ആർക്കോട്ടും ഹൈദരാബാദിലെയും നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ, അധികാരത്തെ ചൊല്ലി ഉണ്ടായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തെ തുടർന്ന് ഈ ഒരു ഭാഗത്തേക്ക് ആരെത്തിപ്പെടുകയായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും എത്തിപ്പെടുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായി നടന്ന യുദ്ധമായിരുന്നു സെക്കൻഡ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. ഏത് വർഷം? 1749 മുതൽ 1754 വരെയാണ് രണ്ടാം കർണാട്ടിക് വാർ. ഇതിൻ്റെ അവസാനം ട്രീറ്റി ഉണ്ട്. ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി. 1754 കേട്ടോ. 1754 ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി സന്ധി കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കർണാട്ടിക് ഏതായിരുന്നു? ട്രീറ്റി ഓഫ് ആക്സല ചാപ്പലെ. സെക്കൻഡ് കർണാട്ടിക് വാർ ശരിക്കും അത് ഇന്ത്യയിൽ വെച്ച് നടന്നൊരു പ്രശ്നമാണ്. ഇന്ത്യയിലുണ്ടായ പ്രശ്നമാണ് രണ്ടാം കർണാട്ടിക് വാറിൻ്റെ കാരണം. അത് പോണ്ടിച്ചേരിയിൽ വെച്ചാണ് അതിന് സന്ധി ഒപ്പുവെച്ചത്. ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി സെക്കൻഡ് കർണാട്ടിക് വാറിൻ്റെ ട്രീറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കർണാട്ടിക് കൂടെ ഉണ്ട്, നമ്മുടെ തേർഡ് കർണാട്ടിക്, മൂന്നാം കർണാട്ടിക് വാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1756 മുതൽ 63 വരെ. ഇതൊരു 7 വർഷത്തെ 7 ഇയർ ഗ്ലോബൽ വാർ എന്ന് പറയും. സപ്തവത്സര യുദ്ധങ്ങൾ. അതായത് യൂറോപ്പിൽ ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ 7 വർഷം, ഈ പറയുന്ന ഈ 7 വർഷം നടന്ന യുദ്ധമാണ് 7 ഇയർ ഗ്ലോബൽ വാർ എന്ന് പറയും. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന യുദ്ധമായിരുന്നു ഏത്? ഈ തേർഡ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് കേട്ടോ. തേർഡ് കർണാട്ടിക് വാർ കേട്ടോ. ഏത് വർഷം? 56-63. ഇതിൻ്റെ ഭാഗമായി ഈ തേർഡ് കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു യുദ്ധമായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചൊരു ചോദ്യമാണ്. ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് യുദ്ധം കേട്ടോ. നമ്മുടെ ഈ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു യുദ്ധമായിരുന്നു വാണ്ടിവാഷ്. വാണ്ടിവാഷ് നമ്മുടെ തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്, തമിഴ്നാട്ടിലൊരു ഗ്രാമമാണ് വാണ്ടിവാഷ്. അവിടെ വെച്ച് ആരൊക്കെ തമ്മിൽ? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് 1760. നോട്ട് ചെയ്ത് വെച്ചുക, വർഷം ചോദിക്കും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1760 കേട്ടോ. 1760 1760 ഏത് യുദ്ധം നടക്കുന്നത്? വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത്. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. 1760 എവിടെ വെച്ച്? തമിഴ്നാട്ടിൽ കേട്ടോ. തമിഴ്നാട്ടിലൊരു ഗ്രാമമാണ് വാണ്ടിവാഷ്. ആരൊക്കെ തമ്മിൽ? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. അപ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന 2 യുദ്ധങ്ങൾ നമുക്ക് പറയാം. ഒന്ന് നമ്മുടെ കർണാട്ടിക് സീരീസ്, കർണാട്ടിക് വാറും. ദെൻ 2 ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്. ഏത് വർഷം? 1760. ഇനി ഈ വാണ്ടിവാഷ് യുദ്ധത്തിൽ ആരൊക്കെയാണ് നയിച്ചതെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ജനറൽ എയർക്യൂട്ട് എന്ന് പറയുന്ന ഓഫീസറാണ് കേട്ടോ. ബ്രിട്ടീഷ് സൈന്യത്തെ. ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ്? എയർക്യൂട്ട്. അതുപോലെ
ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് പോണ്ടിച്ചേരി ഗവർണറായ ആരാണ്? കൗണ്ട് ഡെ ലാലി. കേട്ടോ, നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഗവർണർ ആയിരുന്ന ആര്? കൗണ്ട് ഡെ ലാലി. കൗണ്ട് ഡെ ലാലിയും എയർക്യൂട്ടും തമ്മിലായിരുന്നു ആ വാർ. കേട്ടോ, ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് എയർക്യൂട്ടും ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് പോണ്ടിച്ചേരി ഗവർണറായ കൗണ്ട് ഡെ ലാലിയുമാണ്. ഈ ഒരു യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് പരാജയപ്പെടുകയായിരുന്നു. കൗണ്ട് ഡെ ലാലി പരാജയപ്പെടും. കേട്ടോ, ശരിക്കും ഇവിടെയാണ് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഒരു ആധിപത്യം തകരുന്നത്. കേട്ടോ, അത് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ ഒരു യുദ്ധം കൂടിയാണ് ഇത്, ഈ ബാറ്റിൽ ഓഫ് വണ്ടി വാഷ് യുദ്ധം. ഏത് വർഷം? 1760 ഈ ഒരു യുദ്ധം. കേട്ടോ, യുദ്ധത്തിൽ ആര് തോക്കുകയായിരുന്നു ചെയ്ത? ഫ്രഞ്ച് സൈന്യം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ വളരെ ഇമ്പോർട്ടൻറ്റ് യുദ്ധമാണ് ഏത്? ബാറ്റിൽ ഓഫ് വണ്ടി വാഷ്. ഏത് വർഷം? 1760. ആരൊക്കെ? നമ്മുടെ ബ്രിട്ടീഷ് vs ഫ്രഞ്ച്. ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് എയർക്യൂട്ടും ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് ആരാ? കൗണ്ട് ഡെ ലാലിയുമായിരുന്നു. സോ ഇതാണ് വാണ്ടി വാഷ്. വാണ്ടി വാഷ് നോട്ട് ചെയ്യണം കേട്ടോ, അതാണ് ഞാൻ സ്റ്റാർ വരച്ചിട്ടത്. ഇമ്പോർട്ടൻറ്റ് യുദ്ധമാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത യുദ്ധം. യെസ്, നമ്മുടെ കഴിഞ്ഞ ഒരു 5-6 വർഷമായി നമുക്ക് സ്ഥിരം ചോദ്യമാണ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്ന യുദ്ധം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാം കഴിഞ്ഞ ഒരു 5 വർഷം നമ്മൾ നോക്കിയാലും ക്വസ്റ്റ്യൻസ് കിട്ടും. പ്ലാസി എന്ന വർഷം 1757 1757 എന്ത് യുദ്ധം നടക്കുന്നത്? പ്ലാസി യുദ്ധം നടന്നത്. 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്നറിയോ? ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇതിന്റെ കാരണം 1756 അത് യുദ്ധം നടക്കുന്നതിന്റെ കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷം 56 ബംഗാളിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഇൻസിഡന്റിന്റെ പേരാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയും. കേട്ടോ, ബംഗാളിൽ നടന്ന ഒരു വിഷയമാണ്. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ ബ്രിട്ടീഷുകാർ ബംഗാളിൽ കച്ചവടത്തിന് പോകും. കച്ചവടത്തിന് പോകുന്ന സമയത്ത് ബംഗാളിൻ്റെ പല ഭാഗങ്ങളിലായി അവർ ഫോർട്ടുകൾ കെട്ടാൻ തുടങ്ങി. അപ്പോൾ കച്ചവടത്തിന് പോയ ടീമുകൾ ഫോർട്ട് കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ഒരുപക്ഷെ അവർക്കവിടെ ഫോർട്ട് കെട്ടണമെങ്കിൽ അവിടുത്തെ ബംഗാളിൻ്റെ റൂളർ നവാബിൻ്റെ പെർമിഷൻ മേടിക്കണം. ഇത് നവാബിൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവർ എന്ത് കെട്ടാൻ തുടങ്ങി? പല സ്ഥലങ്ങളിലായി ഫോർട്ട് കെട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൽക്കട്ടയിലെ ഒരു ഫോർട്ടായിരുന്നു സെൻറ്റ് വില്യം ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ട്. ഈ സെൻറ്റ് വില്യം ഫോർട്ട് നമ്മുടെ കൽക്കട്ടയിൽ. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ നമ്മൾ അവിടുത്തെ നവാബിനോട് ചോദിക്കുകയാണ് ഇവർ ഈ ഫോർട്ടുകളൊക്കെ കെട്ടാൻ തുടങ്ങിയത്. അപ്പോൾ അവിടുത്തെ നവാബിന് എന്ത് തോന്നി? നല്ലൊരു ദേഷ്യം വരികയും അവിടുത്തെ നവാബ് എന്തെന്ന് വെച്ചാൽ ആ നാട്ടിൽ കൈ കിട്ടിയ ഒരു 144 ഇംഗ്ലീഷുകാരെ പിടിച്ച് ഈ വില്യം ഫോർട്ടിൻ്റെ മുറിക്കുള്ളിൽ, ഒരു ഹാളിനുള്ളിൽ പിടിച്ച് പൂട്ടിയിടും. സംഭവം, ആ ഹാളിൽ കിടന്ന് ആ 144 ഇംഗ്ലീഷുകാരിൽ 120 പരം ഇംഗ്ലീഷുകാർ ശ്വാസം കിട്ടാതെ മരിച്ചുപോയി. ഈ സംഭവത്തെ വിളിച്ച പേരാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയും. ഏത് വർഷം? 1756. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്രൂരകൃത്യം ഒരാൾ ചെയ്ത ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കുമോ? ഇല്ല, അല്ലേ? അങ്ങനെ ആ ഒരു ബ്ലാക്ക് ഹോൾ ട്രാജഡി സംഭവം ചെയ്ത നവാബിന്റെ പേര്, ബംഗാളിന്റെ നവാബായിരുന്നു സിറാജ് ഉദ് ദൗള എന്ന് പറയും. പുള്ളിയായിരുന്നു അവിടുത്തെ അന്നത്തെ രാജാവ്. പുള്ളിയാണ് ഈ 120 പരം ഇംഗ്ലീഷുകാരെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. അങ്ങനെ സിറാജ് ദൗളെ അറ്റാക്ക് ചെയ്യാൻ ആര് തീരുമാനിക്കും? ബ്രിട്ടീഷുകാര് തീരുമാനിക്കും. അതാണ് ഏത് യുദ്ധം? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. കേട്ടോ, പ്ലാസി യുദ്ധം ഏത് വർഷം? 1757. ആരൊക്കെ തമ്മില? സിറാജ് ദൗള vs ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയിച്ചത് ഓഫീസറാണ് നമ്മുടെ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അപ്പൊ ആരൊക്കെ തമ്മില പ്ലാസി? റോബർട്ട് ക്ലൈവ് vs സിറാജ് ഉദ് ദൗള, അല്ലെ? റോബർട്ട് ക്ലൈവും സിറാജ് ദൗളയും തമ്മിലായിരുന്നു ഏത് യുദ്ധം? ബാറ്റിൽ ഓഫ് പ്ലാസി. ഏത് വർഷം? 1757. എടാ, ഇത്രയും പ്രവൃത്തി ചെയ്തപ്പോൾ സിറാജ് ദൗള അത്ര മോശക്കാരനാണോ? അല്ല, നല്ല ശക്തനായ ഒരു റൂളറായിരുന്നു ആര്? ഈ സിറാജ് ഉദ് ദൗള എന്ന് പറയുന്നു. നല്ല ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ യുദ്ധം അവർ ജയിക്കുമോ എന്നുള്ളത്. പക്ഷെ എന്ത് വില കൊടുത്തും അവർക്ക് പ്ലാസി യുദ്ധം എന്ത് ചെയ്തേ പറ്റൂ? വിജയിച്ചേ പറ്റൂ. കാരണം അവരുടെ അഭിമാന പ്രശ്നമാണ് ഏത്? പ്ലാസി യുദ്ധം എന്ന് പറയുമ്പോൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു യുദ്ധത്തിൽ ഒരു രാജാവ് തോൽക്കണമെങ്കിൽ അവിടെ ആര് വിചാരിച്ചാൽ മതി? ആ യുദ്ധം തോൽക്കണമെങ്കിൽ അവിടുത്തെ സൈനിക തലവൻ വിചാരിച്ചാൽ ആ യുദ്ധം എന്ത് ചെയ്യും? ആ യുദ്ധം ചെയ്യുന്ന ടീം തോക്കും, അല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബ്രിട്ടീഷുകാർ
സിറാജ് ഉദ് ദൗളയുടെ സൈനിക തലവന് ഒരു ഓഫർ കൊടുക്കും. സിറാജിന്റെ പേരാണ് മിർ ജാഫർ എന്ന് പറയും കേട്ടോ. സിറാജുടെ സൈനിക തലവനായിരുന്ന ആര്? മിർ ജാഫർ. ഈ മിർ ജാഫറിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഓഫർ കൊടുക്കും. സിറാജ് ദൗളയെ കൊല്ലാൻ കൂട്ടുനിന്നാൽ അടുത്ത ബംഗാളിന്റെ നവാബ് ആര്? മിർ ജാഫർ എന്ന് പറയും. അങ്ങനെ മിർ ജാഫർ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയും മിർ ജാഫർ ആരെ ചതിക്കും? സിറാജ് ഉദ് ദൗളയെ ചതിക്കുകയും അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് റോബർട്ട് ക്ലൈവിന്റെ സൈന്യം പ്ലാസി യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? വിജയിക്കുകയും ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇതില് സിറാജ് ചതിച്ച അദ്ദേഹത്തിന്റെ സൈനിക തലവനാണ് ആര്? മിർ ജാഫർ. ആ പേര് മറക്കല്ലേ. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയുടെ സൈന്യത്തെ നയിച്ച ഓഫീസർ അല്ലെങ്കിൽ അതായത് കമാൻഡർ, അതിന്റെ സൈനിക തലവൻ ആരാണ്? മിർ ജാഫർ ആണ്. ആ മിർ ജാഫർ ആണ് ആരെ ചതിച്ചത്? സിറാജ് ഉദ് ദൗളയെ ചതിച്ചത്. അങ്ങനെ സിറാജ് ദൗളയെ കൊന്ന് പ്ലാസി യുദ്ധം ആര് ജയിക്കും? ബ്രിട്ടീഷുകാര് ജയിക്കും. ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഒരു ബിഗിനിങ്, ബ്രിട്ടീഷ് രാജ് റൂളിന്റെ ഒരു ബിഗിനിങ് ആണ് നമ്മൾ എപ്പോഴും എന്തിനാ പറയുന്നത്? പ്ലാസി യുദ്ധത്തെ പറയണം. ഒരു അടിത്തറ കേട്ടോ. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയുടെ ഒരു അടിത്തറാണ് ഏത്? പ്ലാസിയുടെ വിജയം അല്ലെങ്കിൽ പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജിന്റെ ഒരു ബിഗിനിങ് ആണ് ഏത്? ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, അങ്ങനെ അവർ വാക്ക് പാലിച്ചു കേട്ടോ. അവരടുത്ത നവാബായി ആരെ ഡിക്ലെയർ ചെയ്തു? മിർ ജാഫറിനെ ഡിക്ലെയർ ചെയ്തു. സോ അടുത്ത നവാബ് ആരാണ്? മിർ ജാഫർ ആണ്. അതുപോലെ നമ്മുടെ ഈ പ്ലാസി യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ മുഗൾ ചക്രവർത്തി ആരും ചോദിക്കും? അത് ആലംഗീർ രണ്ടാമനാണ് കേട്ടോ. നമ്മുടെ ആലംഗീർ സെക്കൻഡ് ആയിരുന്നു. നമ്മുടെ പ്ലാസി യുദ്ധം നടന്ന സമയത്ത് മുഗൾ എംപറർ കേട്ടോ, മുഗൾ ചക്രവർത്തി ആരും ചോദിച്ചാൽ ആരാണ്? അത് ചോദിക്കും കേട്ടോ. ഒരു PVK ചോദ്യമാണ്. ആരാണ്? ആലംഗീർ രണ്ടാമൻ. പ്ലാസി യുദ്ധം നടന്ന സമയത്തെ മുഗൾ ചക്രവർത്തി ആരും ചോദിച്ചാൽ ആരാണ്? ആലംഗീർ രണ്ടാമനായിരുന്നു. ഇതാണ് ഏത് യുദ്ധം? പ്ലാസി യുദ്ധം. ഏത് വർഷം? 1757. അല്ലെ ആരൊക്കെ തമ്മിൽ? റോബർട്ട് ക്ലൈവ് vs സിറാജ് ഉദ് ദൗള. ആരാ സിറാജ് ചതിച്ചത്? സൈനിക തലവൻ മിർ ജാഫർ. ആരാണ്? മിർ ജാഫർ. അപ്പൊ പിന്നെ അങ്ങോട്ട് ഞാൻ പറയേ മിർ ജാഫറിനെ അവർ നവാബാക്കി. എന്നാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതും ഈ മിർ ജാഫറുമായി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? തെറ്റും കേട്ടോ. കാരണം മിർ ജാഫർ ഡച്ചുകാരുമായിട്ടൊക്കെ ചെറിയ സഹകരണത്തിലൊക്കെ പോകും കേട്ടോ. അപ്പൊ ഡച്ചുകാരുമായിട്ട് സഹകരണത്തിൽ പോണ സമയത്ത് നമ്മുടെ ഡച്ചുകാരും നമ്മുടെ ബ്രിട്ടീഷുകാരും തമ്മിൽ ബംഗാളിൽ വെച്ചൊരു യുദ്ധം നടന്നിട്ടുണ്ട് കേട്ടോ. ആരൊക്കെ തമ്മിൽ? ഡച്ചും ബ്രിട്ടീഷുകാരും. അതൊരു ഇമ്പോർട്ടൻ്റ് യുദ്ധമാണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു യുദ്ധമാണ് കേട്ടോ. ആരൊക്കെ തമ്മിൽ? ഡച്ചും ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്നൊരു യുദ്ധം 1759 കേട്ടോ. 1759 ഈ യുദ്ധം നടന്നത്. ഇതിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് ചിൻസുര. ബാറ്റിൽ ഓഫ് ചിൻസുര എന്ന് പറയും കേട്ടോ. 1759 ബാറ്റിൽ ഓഫ് ചിൻസുര അല്ലെങ്കിൽ ബിഡേറ എന്നും പറയും. ബാറ്റിൽ ഓഫ് ബിഡേറ അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. ബാറ്റിൽ ഓഫ് ബിഡേറ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ചിൻസൂര യുദ്ധം എന്നും പറയും കേട്ടോ. ഏത് വർഷം? 1759 ഈ യുദ്ധം. അത് ആരൊക്കെ തമ്മിലാ? ബ്രിട്ടീഷും ഇംഗ്ലീഷും ഡച്ചും തമ്മിൽ അവിടെ വെച്ച് ബംഗാളിൽ നടന്ന യുദ്ധമാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ബംഗാളിന്റെ നവാബ് ആരാ? നമ്മുടെ മിർ ജാഫർ ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഇവര് മിർ ജാഫറിനെ അധികാരത്തിൽ നിന്ന് ഈ ചിൻസൂര യുദ്ധത്തിനൊക്കെ ശേഷം നമ്മുടെ മിർ ജാഫറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും മിർ ജാഫറിന്റെ മരുമകനെ ഇവർ അടുത്ത നവാബായി കൊണ്ടുവരും. ആര്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മിർ ജാഫറിന്റെ മരുമകനാണ് മിർ കാസിം എന്ന് പറയും കേട്ടാ. നമ്മൾ കണ്ടത് സിറാജ് ദൗളയെ കൊല്ലാൻ ആര് കൂട്ടുന്നു? മിർ ജാഫർ കൂട്ടു നിൽക്കുകയും അതിനുശേഷം ബ്രിട്ടീഷുകാർ മിർ ജാഫറിനെ അടുത്ത നവാബാക്കും. അതിനുശേഷമാണ് നമ്മുടെ മിർ ജാഫർ ഡച്ചുകാരുമായിട്ടൊക്കെ എന്താണ് സഹകരണത്തിലാവുകയും അതേ തുടർന്ന് ഉണ്ടാകുന്ന ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചിൻസൂര യുദ്ധം. ഏത് വർഷം? 1759. അതിനുശേഷം മിർ ജാഫറിനെ അധികാരത്തിൽ നിന്ന് ആര് പുറത്താക്കും? ബ്രിട്ടീഷുകാർ പുറത്താക്കുകയും മിർ ജാഫറിന്റെ മരുമോനായ മിർ കാസിമിനെ അവർ കൊണ്ടുവരികയും ചെയ്യും. സോ അടുത്ത നവാബ് ആരാ? മിർ കാസിം ആയിരുന്നു. എന്നാൽ ഈ മിർ കാസിമാറ്റും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? തെറ്റും കേട്ടാ. അപ്പൊ മിർ ജാഫറിന് എന്ത് മനസ്സിലാവും? എന്തായാലും മിർ കാസിമിനെ അധികാരത്തിൽ നിന്ന് അവർ പുറത്താക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ മിർ കാസിം ആരെ എതിർക്കാൻ തീരുമാനിക്കും? ബ്രിട്ടീഷുകാരെ എതിർക്കാൻ തീരുമാനിക്കും. ആര്? മിർ കാസിം. അതിന് മിർ കാസിം എന്ത് ചെയ്യുന്നറിയോ? മിർ കാസിം രണ്ട് പ്രധാനപ്പെട്ട റൂളർമാരെ കാണാൻ അദ്ദേഹം പോകും. ആര്? മിർ കാസിം. ആരൊക്കെയെന്നറിയോ? ഒന്ന്
ഔദ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ നവാബ് ആരാ പേര്? ഷൂജ ഉദ് ദൗള. ഇതൊരു നാട്ടുരാജ്യമാണ് കേട്ടോ. ഔദിലെ നവാബ് ആര്? ഷൂജ ഉദ് ദൗള. പിന്നെ യവന്മാർ രണ്ടുപേരും കൂടെ, ഈ മിർക്കാസിമും ഷൂജയും കൂടെ എവിടെ പോകുന്ന അറിയോ? നമ്മുടെ ഡൽഹിയിൽ പോകും. ആരെ കാണാൻ? മുഗൾ എംപററെ കാണാൻ. ആരാ ആ സമയത്തെ മുഗൾ ചക്രവർത്തി? ഷാ ആലം രണ്ടാമൻ. ആ സമയത്തെ മുഗൾ ചക്രവർത്തി ആരാടാ? ഷാ ആലം രണ്ടാമൻ. അങ്ങനെ ഇവര് 3 പേരും ഒറ്റക്കെട്ട്. ആരൊക്കെ? ബംഗാളിന്റെ നവാബ് ആര്? മിർക്കാസിം. ഔദിന്റെ നവാബ് ആരാ? ഷൂജ ഉദ് ദൗള. മുഗൾ ചക്രവർത്തി ആര്? ഷാ ആലം രണ്ടാമൻ. ഇവർ 3 പേരും ഒറ്റക്കെട്ടായി ആർക്കെതിരെ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു യുദ്ധം. ഇതിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് ബക്സാർ. ഒരു പ്രധാന യുദ്ധമാണ്. പ്ലാസി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള യുദ്ധമാണ് ഇത്. ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന യുദ്ധം. ബക്സാർ എപ്പോഴാ? 1764. അതായത് പ്ലാസി കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് അല്ലേ? പ്ലാസി എപ്പോഴാ? 1757. 57 + 7 64. 1764 ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തിൽ ആരൊക്കെ തമ്മിലാണ്? ഒരു വശത്ത് 3 റൂളർ. ആര്? ബംഗാളിന്റെ മിർക്കാസിം, ഔദിന്റെ ഷൂജ, മുഗൾ ചക്രവർത്തി ആര്? ഏത് രണ്ടാമൻ? ഷാ ആലം രണ്ടാമൻ എന്ന് പറയുന്ന ഷാ ആലം രണ്ടാമൻ കേട്ടാ. ഇനി ആരാന്നറിയോ ആ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത്? ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച ആളുടെ പേരാണ് ഹെക്ടർ മൺറോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെ, നമ്മൾ നേരത്തെ പ്ലാസിയിൽ നമ്മൾ കണ്ടതാണ്. പ്ലാസിയിൽ ആരാ നയിച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. അല്ലെ, പ്ലാസി യുദ്ധത്തിൽ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. പക്ഷെ ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച ഓഫീസറിന്റെ പേരാണ് ഹെക്ടർ മൺറോ. ഹെക്ടർ മൺറോയായിരുന്നു ബക്സാർ യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തെ നയിച്ചത്. എടാ, ഈ യുദ്ധത്തിൽ ഹെക്ടർ മൺറോയുടെ ഈസ്റ്റ് ഇന്ത്യ സൈന്യം ഈ വലിയ ശക്തിയെ, ഈ മഹാശക്തിയെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ആര് തന്നെ ജയിച്ചു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ് ബക്സാർ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നത്? വിജയിച്ചത് കേട്ടാ. ഈ വിജയത്തെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു തീരുമാനത്തിലെത്തി. ഇനി ബംഗാളിൽ രാജാവിന്റെ, നവാബിന്റെ ഭരണം വേണ്ട. ഇനി ബംഗാള് ആര് ഭരിക്കും? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുമെന്നൊരു തീരുമാനത്തിൽ വന്നു. അങ്ങനെ ഈ ബക്സാർ യുദ്ധത്തിന്റെ അവസാനം ഒരു ട്രീറ്റി ഒപ്പുവെക്കും. ഇതിന്റെ പേരാണ് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയും കേട്ടോ. ബക്സാർ യുദ്ധത്തിന്റെ ട്രീറ്റി റിസൾട്ട് എന്താണ്? ട്രീറ്റി ഓഫ് അലഹബാദ് 1765. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അലഹബാദ് സന്ധി ഏത് വർഷവും ചോദിക്കും. 1760. അതായത് യുദ്ധം കഴിഞ്ഞ അടുത്ത വർഷം. യുദ്ധം 64 ബക്സാർ യുദ്ധം, 65 ട്രീറ്റി ഓഫ് അലഹബാദ് കേട്ടോ. അപ്പൊ എന്താണ് ഈ സന്ധിയിൽ ഒപ്പുവെച്ചതെന്ന് അറിയോ? ഈ സന്ധിയിൽ ഒപ്പുവെച്ചത് ബംഗാൾ എന്ന സ്ഥലം ആർക്ക് എഴുതി കൊടുക്കുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഴുതി കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ഇനി ബംഗാൾ ഭരിക്കാൻ പോണത് ആരാ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പൊ ബംഗാളിന്റെ ടാക്സിന് ആരാ പിരിക്കാൻ പോണത്? ബംഗാളിലെ ടാക്സ് പിരിക്കാൻ പോണത് ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈ ബംഗാളിന്റെ ലാൻഡ് ടാക്സിന് ഒരു പേരുണ്ട് കേട്ടോ. അതിനെ പേരാണ് ദിവാനി എന്ന് പറയും കേട്ടോ. ബംഗാളിന്റെ ലാൻഡ് ടാക്സ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചു. ഇടയ്ക്കൊരു എക്സാമിന് ചോദിച്ചു, ഏത് വർഷമാണ് ബംഗാളിന്റെ ദിവാനി കളക്ഷൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രാൻസ്ഫേർഡ് ചെയ്ത് കൊടുത്ത വർഷമാണ്. അപ്പം ആ വർഷം ഈ വർഷമാണല്ലേ, അലഹബാദ് സന്ധി വർഷമാണ്. ഏത്? 1765. അപ്പൊ ദിവാനി എന്താ? അവിടുത്തെ ലാൻഡ് ടാക്സ് ആണ്. അപ്പൊ അതിനി പിരിക്കാൻ പോണത് ആരാ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഏത് വർഷം തൊട്ട്? 1765. ഏത്? ട്രീറ്റി ഓഫ് അലഹബാദ്. അതുപോലെ ഈ ട്രീറ്റി ആരൊക്കെ ഒപ്പുവെച്ചെന്ന് അറിയോ? അതും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഈ സന്ധി ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? നമ്മുടെ ട്രീറ്റി ഓഫ് അലഹബാദ് ഒപ്പുവെച്ചത് വേറെ ആരുമല്ല, നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനും ആരും തമ്മിലെന്നറിയോ? നമ്മുടെ റോബർട്ട് ക്ലൈവും തമ്മിൽ കേട്ടോ. കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? റോബർട്ട് ക്ലൈവ് ആയിരുന്നു കേട്ടോ. പക്ഷെ റോബർട്ട് ക്ലൈവ് അല്ലേ യുദ്ധം നയിച്ചത്. യുദ്ധം എന്ന് വെച്ചാൽ ഹെക്ടർ മൺറോ ആയിരുന്നു. പക്ഷെ ഇതിന്റെ അവസാനം ഈ ട്രീറ്റി ഒപ്പുവെച്ചത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവും മുഗൾ എംപററായ ഷാ ആലം രണ്ടാമനും തമ്മിലായിരുന്നു ഈ ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ട്രീറ്റിയെ തുടർന്നാണ് ബംഗാളിന്റെ ഭരണം ആരുടെ കയ്യിൽ വരുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിൽ വരുന്നത് കേട്ടോ. അങ്ങനെ 1765 മുതൽ ബംഗാൾ ആര് ഭരിച്ചു തുടങ്ങാൻ തുടങ്ങി? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കമ്പനിക്ക് ഒരു ഹെഡ് വേണ്ടേ? കമ്പനിയുടെ ഹെഡിനെ വിളിക്കുന്ന പേരാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയും കേട്ടോ. ബംഗാളിന് ഭരിക്കാൻ പോണത് ആരാ?
കമ്പനിയുടെ ഗവർണർമാര്. സോ കമ്പനിയുടെ ആദ്യത്തെ ഗവർണർ, ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ, 1765 ബംഗാളിന്റെ ആദ്യത്തെ ഗവർണറായി ആര് ചുമതലയേൽക്കുമെന്ന് അറിയോ? ബംഗാളിന്റെ ആദ്യത്തെ ഗവർണർ വേറെ ആരുമല്ല, നമ്മുടെ ആരാണ്? നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിന്റെ ഫസ്റ്റ് ഗവർണർ, ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ. കാരണം അദ്ദേഹമാണ് അത് ഒപ്പുവെച്ചത്. ഏത് ട്രീറ്റി? ട്രീറ്റി ഓഫ് അലഹബാദ് 1765. ഓക്കെ, സോ ഇതാണ് ബക്സാർ യുദ്ധം. സോ വളരെ പ്രധാനപ്പെട്ട രണ്ട് യുദ്ധമാണ് പ്ലാസിയും ബക്സാറും. മാറിപ്പോലെ പ്ലാസി യുദ്ധ സമയത്ത് മുഗൾ ചക്രവർത്തി ആര്? അതും രണ്ടാമൻ. ഏത് രണ്ടാമനാ? അത് ആലംഗീർ രണ്ടാമൻ, പ്ലാസി യുദ്ധ സമയത്ത് കേട്ടാ. അതുപോലെ സൈനികൻ മിർ ജാഫർ, പ്ലാസിയിലുള്ളത് മിർ ജാഫർ. പക്ഷെ ബക്സാറിൽ മിർ ഖാസിം. ആരാണ്? ബംഗാളിന്റെ നവാബ് മിർ ഖാസിം. മുഗൾ ഏത് രണ്ടാമൻ? ഷാ ആലം രണ്ടാമനാണ് കേട്ടാ. പിന്നെ ഏത് ഉദ്ദൗള? ഷൂജാ ഉദ്ദൗള കേട്ടാ. പ്ലാസിയിലും ഉദ്ദൗള ഉണ്ടല്ലോ. ഏത് ഉദ്ദൗള? സിറാജ് ഉദ്ദൗള. ഏത്? പ്ലാസിയിലെ ഉദ്ദൗള. സോ വളരെ പ്രധാനപ്പെട്ട രണ്ട് യുദ്ധമാണ് പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നന്നായി ചോദിക്കുന്ന രണ്ട് പ്രധാന യുദ്ധങ്ങളാണ് കേട്ടോ. 57 പ്ലാസിയും 64 ബക്സാർ യുദ്ധവും. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട മോഡേൺ ചരിത്രം, മോഡേൺ ഹിസ്റ്ററി നടന്ന പ്രധാനപ്പെട്ട കുറച്ച് യുദ്ധങ്ങളാണ് നോക്കിയത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാർട്ടിലെ പ്ലാസിയും ബക്സാറും ഒക്കെ സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്നതാണ്. കൃത്യമായി നോക്കിയത് വെക്കുക. സോ ഞാൻ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.